എൻ്റെ പേര് പൂജപ്പുര ശ്രീകുമാർ. ചില പ്രേത കാഴ്ചകൾ ഭാഗം 8 ഞാൻ പറയുകയാണ്. അപ്പോൾ രാത്രി തന്നെ ശബ്ദം കേട്ടു. ഞാൻ പറഞ്ഞതുപോലെ രാവിലെ നോക്കിയപ്പോൾ ബ്രൂണോ എന്ന നായയെ പുറത്ത് കാണാനില്ല. ഞാൻ അവിടെയെല്ലാം നോക്കി, ചുറ്റുപാടെല്ലാം നോക്കി, ബ്രൂണോ നായയെ കാണാനില്ല. അപ്പോഴാണ് അടുത്ത വീട്ടിലെ സിന്ധുവാണ് വിളിച്ച് പറഞ്ഞത്, സാർ രാത്രി നേരം വെളുക്കാറായപ്പോൾ സാറിൻ്റെ ഗേറ്റ് ചാടി ബ്രൂണോ ഓടുന്നത് കണ്ടു എന്ന് പറഞ്ഞ സിന്ധുവാണ്. ഞാൻ മനസ്സിൽ വരിച്ചു, ഇതെവിടെ പോയതായിരിക്കും. കെട്ടിയിടാനുള്ള മനസ്സനുവദിച്ചില്ല. സത്യത്തിൽ നായകളെ കെട്ടിയിടേണ്ടതാണ്. കാരണം അതിനുള്ള ദേഷ്യം കൊണ്ടല്ല, അടുത്ത വീട്ടുകാർക്കും കുട്ടികൾക്കും ശല്യമാണ് നായ. നമുക്കറിയാം നമ്മളെ നായ ആരെയും കടിക്കില്ല, പക്ഷേ മറ്റാൾക്കാർക്ക് അറിയില്ലല്ലോ. അവൻ്റെ കണ്ണിൽ നായയെന്നും പേടി തന്നെയാണ്. അതുകൊണ്ട് മാത്രമാണ് നായയെ കെട്ടിയിട്ടോ കൂട്ടിലോ അടയ്ക്കാൻ കർശനമായി ഞങ്ങൾ പറയുന്നത്. ഞാൻ പിന്നെ നായങ്ങ് മറന്നു. കാരണം അതിന് അസുഖം മാറി, ആരോഗ്യം മുന്നിലെടുത്തു, അതെങ്ങോട്ടോ ഓടിപ്പോയി. എവിടെന്നോ വന്നു, എവിടെന്നോ പോയി, അത്ര തന്നെ. പക്ഷെ രാവിലെ ഒരു 10:30 മണിക്ക് ഓഫീസിൽ പോയപ്പോഴാണ് ഡോക്ടർ മൃഗഡോക്ടർ പറഞ്ഞത്, ഞാൻ ആ നായ പഴയ മുതലാളിയുടെ വീട്ടുമുറ്റം നിൽക്കുന്ന കണ്ടു. പഴയ മുതലാളിയുടെ അതിൻ്റെ യഥാർത്ഥ ഓണറുടെ വീട്ടിൻ്റെ ഗേറ്റിൽ ആ നായയെ ഞാൻ കണ്ടു സാധനമാണ് ഡോക്ടറെ. എനിക്ക് വല്ലാത്ത വേദന തോന്നി. കാരണം അവിടെ നിന്ന് അടിച്ച് ഓട്ടിച്ചാണ് നായ ബ്രൂണോ എൻ്റെ അവിടെ വന്ന് കയറിയത്. ആഹാരം കൊടുത്തു, ചികിത്സിച്ചു. അതിലുപരി പലരും പറഞ്ഞാൽ ചിരിക്കുന്ന, എൻ്റെ വീട്ടിൽ താമസിക്കുന്ന പ്രേതം എന്ന് പറയുന്ന രശ്മി എന്ന ആ സ്ത്രീ എന്ന് പറയും, പ്രേതമല്ലേ, സ്ത്രീ തന്നെ, തലോടുന്നു, അവനെ സമാധാനപ്പെടുത്തുന്നു. എല്ലാം ഉണ്ടായിരുന്നിട്ടും അവനിഷ്ടം അവൻ വളർന്ന വീടും അവൻ്റെ പഴയ ഓണറേയുമാണ്. അതിലേ ഓടിപ്പോയത്. പോട്ടെ, ഞാൻ വിചാരിച്ചു. അന്ന് വൈകുന്നേരം ഞാൻ അന്വേഷിച്ചു, ഡോക്ടറെ വിളിച്ച്, സാറ് നായ ഇപ്പോഴും ഉണ്ടോ? കഷ്ടം ശ്രീകുമാർ സാറേ, നായ ഇപ്പോഴും അവിടെ തന്നെ ഉണ്ട്, ഗേറ്റിൽ തന്നെ നിൽക്കും. ഗേറ്റിൽ ഒരിക്കൽ മാത്രം അവൻ അകത്ത് കയറി, അപ്പോൾ ചൂടുവെള്ളം ഒഴിച്ച് വീട്ടിൽ ഓടിച്ചു എന്ന് പറഞ്ഞു. എനിക്ക് വലിയ വേദന തോന്നി. ഞാനൊന്ന് നേരത്തെ വീട്ടിൽ വന്നു. കഷ്ടം, മനുഷ്യൻ അധപ്പതിക്കുന്നത് നാളെ മനുഷ്യനും ഇതേ അവസ്ഥയെ. നായക്കുണ്ടാവുന്ന അതേ